ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോജെ കിച്ചൻ. ഇന്ന് നമ്മൾ ജോജെ കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ ടേസ്റ്റി ആയിട്ടും പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള നല്ലൊരു ഡെസേർട്ടാണ് ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വായിൽ വെള്ളം ഊറും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏത് കുട്ടികൾക്കാണെങ്കിലും വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോഴത്തേനും പാൽപ്പൊടിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ അതിന് വേണ്ടിയിട്ടിവിടെ ഒരു 2 കപ്പ് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതിനൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മധുരമുള്ള സ്വീറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മധുരമുള്ളത് ഉണ്ടാക്കുമ്പോഴത്തേനകത്തേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേന് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഒരു നുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനൊരു 2 ടേബിൾ സ്പൂൺ റവ ഒരു 10 മിനിറ്റ് മുമ്പേ 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട്. അതിനൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗീക്ക് പകരം വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗീ ഇടുമ്പോഴത്തേനും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ വറുക്കാനാണെങ്കിലും നമുക്ക് വെജിറ്റബിൾ ഓയിലിന് പകരം ഗീ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിന് നമ്മൾ വളരെ സോഫ്റ്റായിട്ടൊന്ന് ക്രംസ് ആക്കി എടുക്കണം. എപ്പോഴും മിൽക്ക് പൗഡർ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുമായിട്ട് ഒത്തിരി കട്ടിയായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കരുത്. വളരെ സോഫ്റ്റായിട്ട് അതിനെ ഒരു ക്രം രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മളതിനൊന്ന് നല്ല ക്രംസ് പോലെ ആയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇപ്പോൾ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരല്പം പാൽ ഒഴിച്ചു കൊടുക്കാം. പാലല്ലെങ്കിൽ വാം വാട്ടർ, ചൂടുണ്ടാകല് കുറച്ച് മാത്രം പാലിപ്പോൾ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അതേപോലെ തന്നെ പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലൊഴിച്ചിട്ടാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വല്ലാണ്ട് പ്രസ് ചെയ്ത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കി വരുമ്പോഴത്തേനും ഭയങ്കര ഹാർഡായി പോകും. ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ പുട്ടിന് പൊടി കുഴച്ചതുപോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വെക്കണം. ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് വെച്ചതിന് ശേഷം ബാക്കി നമുക്കൊന്ന് നനച്ചെടുക്കാം. അപ്പോഴത്തേനും ചില പാൽപ്പൊടികൾക്കാണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം വേണ്ടി വരും. നമുക്ക് നോക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു നനഞ്ഞ തുണിയിട്ടൊന്ന് മൂടി കൊടുക്കുകയാണ്. ഈ മാവൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര പാനി ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, കാരണം ഞാൻ നേരത്തെ ഇട്ടൊരു വീഡിയോയിൽ പഞ്ചസാര പാനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ മാവ് ഇപ്പോൾ ഒരുവിധം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിന് തുറന്നിട്ട് ഒന്നും കൂടെ നനവ് നോക്കാം. നനവൊരല്പം കുറവാണ്. അപ്പോൾ നമുക്കൊരല്പമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ 2 to 3 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ അതിനകത്തേക്ക് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഒന്നിച്ച് നമ്മൾ പാലൊഴിച്ച് കുഴയ്ക്കുന്നില്ല. അതിനകത്തേക്ക് അല്പം പാലൊഴിച്ച് കുഴച്ച് കൊടുക്കുന്നത് ഒരു സൈഡിൽ നിന്ന് മാത്രം. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിന്നിങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് മാത്രം നമ്മൾ പാലൊഴിച്ച് കുഴച്ചെടുക്കുന്നത്. അതിനെ കയ്യിൽ വെച്ച് വളരെ സോഫ്റ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഒത്തിരി ഹാർഡാകരുത്. അപ്പം വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹാർഡായി പോകും. ഇങ്ങനൊരു ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ഷേപ്പാക്കുക. അതിനുശേഷം നമുക്കൊന്ന് പതുക്കെ ഉരുട്ടിയെടുക്കുക. പ്രസ് ചെയ്യാതെ ഉരുട്ടിയെടുക്കുക. ബാക്കി വരുന്ന ഫ്ലോർ ഞാൻ ക്ലോത്ത് കൊണ്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് തന്നെ നമ്മളതിനൊന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്.
എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കടായി ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഒരു 3-4 വീതം ഇട്ട് കൊടുക്കുന്നുള്ളൂ. എണ്ണ ഒരു അല്പം ചൂട് കൂടുതലാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഇടുമ്പോഴത്തേനും അതിൻ്റെ കളർ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഉള്ളു വെന്തില്ല എന്ന് വരും. ബേക്കിംഗ് പൗഡർ ഇടുന്നത് കൊണ്ട് നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് തന്നെ വെക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അത് എണ്ണയിലിട്ട് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ വലുതായി വരും. ഇനി നമുക്കതിനെ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കോരിയിട്ട് നമ്മൾ നല്ല ചൂടുള്ള പഞ്ചസാര പാനിയിലേക്കാണ് ഇടേണ്ടത്. അപ്പോൾ പാനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാണെങ്കിൽ അത് നേരത്തെ തന്നെ ചൂടാക്കിയിട്ട് ഏറ്റവും സിമ്മിലാക്കി ഒന്ന് വെച്ചേക്കുക. അതിനകത്തേക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതെല്ലാം അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമുനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കതിനൊന്ന് പൊട്ടിച്ച് നോക്കാം. ചൂടൊന്നും മാറാൻ ക്ഷമയില്ല. നല്ല ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനിയും അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.